അതിൽ അമേരിക്കക്കാട്ടിയും വളരെ ശക്തമായിരുന്നു, അല്ലെങ്കിൽ വളരെ നൂലാമാലകൾ കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന സംവിധാന ഓരോ തരം ഡിമാൻഡുകളായിരുന്നു യൂറോപ്പിനുണ്ടായിരുന്നത്. അപ്പൊ ഈ അമേരിക്ക ഒരു ഡിമാൻഡുമായി വന്നപ്പോ അടിച്ചേൽപ്പിക്കാൻ നോക്കിയപ്പോ ഇന്ത്യ സൈലന്റായി, ഒന്നും പറയാൻ പോയില്ല, ഒരു റിക്വസ്റ്റിനും പോയില്ല. ഈ സമയത്ത് ഇന്ത്യ എന്ത് ചെയ്തു? യൂറോപ്പുമായി സംസാരിച്ചത് മുന്നേ സംസാരം തുടങ്ങിയിരുന്നു. പക്ഷെ ഈ യൂറോപ്പിനുള്ള കുഴപ്പം എന്താ അറിയോ? യൂറോപ്പിന്റെ ഈ ട്രേഡിംഗ് നിയമ ആ സംവിധാനങ്ങളിൽ ഒരുപാട് നൂലാമാലകളുണ്ട്. അതായത് വളരെ നിഷ്കർഷമായിട്ട് അവർ ക്വാളിറ്റി, അക്കൗണ്ടിങ്, പാക്കിങ്, ലോജിസ്റ്റിക്, ഇതൊക്കെ വളരെ കർശനമാണ് അവരുടെ. ഇതിന് യാതൊരു ഇളവ് അവർ തരില്ല. അത് കാരണം ഇത് പലപ്പോഴും ഇന്ത്യക്ക് ആ കരാറ് മുന്നോട്ട് കൊണ്ടുപോകാനോ അത് ശരിയായി വരുത്താനോ പറ്റാതിരിക്കുമ്പോഴാണ് ഈ അമേരിക്ക ഈ ഒരു ഡിമാൻഡ് കൂട്ടിക്കൊണ്ട്, അത് മനസ്സിലാക്കിയിട്ട് അമേരിക്ക ഡിമാൻഡ് കൂട്ടിക്കൊണ്ടിരുന്നത്. അതിന് വേണ്ട മറുപടി കൊടുക്കാതെ ഇന്ത്യ വീണ്ടും യൂറോപ്പുമായിട്ട് സഹകരിക്കാനുള്ള ആ ഉടമ്പടികളെല്ലാം അങ്ങോട്ട് അതിനെ മറികടക്കാണ്. എങ്ങനെ കടന്നു എന്നുള്ളൊരു അത്ഭുതമാണ്. കാരണം അവരുടെ ക്വാളിറ്റി, അക്കൗണ്ടിങ്, ലോജിസ്റ്റിക്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവരുടെ. ഇതൊക്കെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ അവിടെ ഈ റൈമൻ എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റൈൽ കമ്പനി ഉണ്ട്, റൈമൻസ് ഇന്ത്യ. ഈ റൈമൻസ് ഇന്ത്യയുടെ ആൾമോസ്റ്റ് അതിന്റെ പ്രൊഡക്ഷൻ മുഴുവൻ UK ബേസ്ഡ് ആണ്, മാർക്കറ്റിംഗ് പോകുന്നത്. ഇന്ത്യയിലാണ് പ്രൊഡക്ഷൻ റൈമൻ കമ്പനിയുടെ. പക്ഷെ അത് യൂറോപ്പിൽ പോയിട്ട് ഈ സെയിം തുണി വാങ്ങുമ്പോൾ റേമൻ എന്നുള്ള പേരിൽ നമുക്ക് കിട്ടില്ല. പക്ഷെ ഈ റേമൻ വളരെ വേൾഡ് വൈഡ് പേരുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇന്ത്യയുടെ. പക്ഷെ ആ റേമൻ ഇന്ത്യ എന്ന പേരിൽ അത് വേൾഡിൽ അറിയില്ല. പക്ഷെ ഈ യൂറോപ്പ് UK ബേസ്ഡ് കമ്പനി വന്നിട്ട് ഈ റേമൻ കമ്പനിയിൽ അതിന്റെ പ്രതിനിധി സ്ഥിരമായിട്ട് ഇരിക്കും. അവിടെ ഏതൊരു വലിയ സ്റ്റാർ ഹോട്ടലിൽ താമസിച്ച് എന്ന് ഇവിടെ ജോലിക്ക് വരും. എന്തിനാ അവർ വരുന്നത് എന്ന് വെച്ചാൽ ഇതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യും, അതിന്റെ എല്ലാ കാര്യങ്ങളും A to Z അതിന്റെ അത് മുഴുവൻ ചെക്ക് ചെയ്ത് ഓക്കെ പറഞ്ഞാലാണ് ഇത് കയറ്റി വിടാൻ പറ്റുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.